നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള കോൺഗ്രസ് ബിയുടെ അധ്യക്ഷൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. സ്വാഗതം ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്, ഇരുമുന്നണികളെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് സംസ്ഥാനം പോകുന്നത്. ആ സമയത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സരിത എന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തലുകൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF രാഷ്ട്രീയത്തെ ഇത്തരം വെളിപ്പെടുത്തലുകൾ അട്ടിമറിക്കുമോ? എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്? ഇപ്പോൾ ഇതിൻ്റെ വസ്തുതകളിലേക്ക് ഞാൻ കിടക്കാൻ പാടില്ല, കിടക്കുകയില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ് ഞാൻ. അങ്ങനെ കിടക്കുമായിരുന്നെങ്കിൽ 2.5 കൊല്ലം മുമ്പ് ഇത് ചെയ്തില്ല. എൻ്റെ കയ്യിലാണ് ഈ പത്തനംതിട്ട ജയിലിൽ നിന്ന് എഴുതിയെന്ന് പറയുന്ന 30 പേജല്ല ഈ പറയുന്നു. അതിൽ ചില കടലാസുകളുടെ മറുഭാഗത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മുക്കാലേ കാണും, അല്ലെങ്കിൽ കാലേ കാണും, 2 പേജും എഴുതാത്ത കാണും. ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ കത്താണ്. പത്തനംതിട്ട നിന്ന് ജയിലിൽ നിന്ന് കൊടുത്ത കത്താണ് ഞാൻ കണ്ടു എന്ന് പറയുന്നത്. ആ കത്തിൻ്റെ ഒരു കോപ്പി എടുക്കാൻ എനിക്കൊരു പ്രയാസവും ഇല്ലായിരുന്നു. അത് ഇന്നും വേണേൽ കിട്ടും, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിലില്ല. ഞാൻ 2 പ്രാവശ്യം വായിച്ചിട്ട് തിരിച്ചു. അന്ന് തന്നെ വേണേൽ ഇത് ഉപയോഗിക്കാമായിരുന്നു. ഇതിൽ പറയുന്ന ഒട്ടേറെ കാര്യങ്ങൾ, ഇന്നലെ മൊഴി കൊടുത്ത കാര്യങ്ങൾ ഉൾപ്പെടെ, സരിത മൊഴി കൊടുത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ ആ കത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കള്ളമാണ്. അന്ന് ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ സാഹചര്യത്തിൽ ഫ്രസ്ട്രേഷനിൽ എഴുതിയ ഒരു കത്താണ് ഇത്. മുഖ്യമന്ത്രിയുമായി ഞാൻ വെർബാറ്റം സംസാരിച്ചിരുന്നു. ഇനിയിപ്പോൾ പറയാമല്ലോ, ഇനി പറയാമെന്ന് കുഴപ്പമില്ലല്ലോ. ഈ കത്തിലെ ഉള്ളടക്കം ഇന്നതാണ്, ഇന്നാരൊക്കെ ഇൻവോൾവ് ആണ് എന്നൊക്കെ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ ആളെന്ന് പറയുന്ന, ഡൽഹിയിലുണ്ടായിരുന്നെന്ന് പറയുന്ന ആളിനെ പറ്റിയും അയാൾക്ക് ഇങ്ങനെ കാശ് കൊടുത്ത കാര്യവും ഈ കത്തിലുണ്ടെന്ന് ഞാൻ പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു സ്വഭാവം ഈ ആട്ടുകല്ലിന് കാറ്റ് പിടിക്കുന്നത് പോലെ, മറുപടി ഒന്നും പറയത്തില്ല, തല കുലുക്കുകയും ചിരിക്കും. ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തേ ഉള്ളൂ. പക്ഷേ ഞാനായതുകൊണ്ട്, ഞാൻ തറവാട്ടി പറഞ്ഞ ഒരാളായതുകൊണ്ട് ഇത് പുറത്തു പറയുകയില്ല എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പൈസ കൊടുത്തു എന്ന് സരിത വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1,90,00,000 രൂപ മുഖ്യമന്ത്രിയുടെ സഹായിയായ ഡൽഹിയിലെ തോമസ് കുരുവിള വഴി നൽകിയിട്ടുണ്ട്. മല്ലയിൽ ശ്രീധരൻ നായർ നൽകിയ പൈസയുടെ ഒരു ഭാഗം മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ലക്ഷ്മി എന്നാണ് തൻ്റെ പേരെന്നും സരിതയെന്നല്ല എന്നും മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് കമ്മീഷന് മുമ്പാകെ സരിത വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ആ കത്തിലുണ്ടായിരുന്നു. താങ്കൾ ആ കത്ത് കണ്ടു എന്ന് പറയുന്ന സ്ഥിതിക്ക് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള പറയുന്ന പല കാര്യങ്ങളും ആ കത്തിലില്ല. ഞാൻ കള്ളം പറയില്ല, സത്യം പറയാതിരിക്കും. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇത് അപകടമാണ്. എന്തെങ്കിലും ഞാൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് 32 കൊല്ലം ഞാനും കൂടെ ചേർന്ന് നയിച്ച ഒരു പ്രസ്ഥാനമാണ് UDF. അതായത് ഈ പറയുന്ന പല കാര്യങ്ങളും കത്തിലില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഒരു പരാമർശവും ഇല്ല. ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള പരാമർശനമുണ്ട്. ഉമ്മൻചാണ്ടി ഇയാൾ ഈ കാശ് മേടിച്ച കാര്യം അതിനകത്ത് അത് എന്നെ വിസ്തരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ പറയുന്ന തുക അതിലില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ ഡൽഹിയിലും 15 ലക്ഷം രൂപ തിരുവനന്തപുരത്തും ഇയാൾക്ക് കൊടുത്തു എന്നാണ്. അത് ഞാൻ ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി ഒന്നും ഏൽക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അല്ല, അങ്ങനെയാണ് എങ്കിൽ ഇതുവരെ ഇപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വരെ സരിത പറഞ്ഞുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി പിതൃതുല്യനാണ് എന്നാണ്. അതിനുശേഷം ഗണേശനും പറഞ്ഞായിരുന്നു അങ്ങനെ 2 പേരെ കേരളത്തിൽ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടുള്ളൂ. ഒന്ന് താങ്കളുടെ മകൻ KB ഗണേഷ് കുമാറാണ്, രണ്ടാമത്തത് സരിത S നായരാണ്. എന്താണ് പെട്ടെന്ന് രണ്ടുപേർക്കും പിതൃതുല്യന്മാരിൽ നിന്ന് കിട്ടിയ അനുഭവം കൊണ്ടായിരിക്കാം. 2 പേരും പിതൃതുല്യന്മാരിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം കൊണ്ടായിരിക്കാം, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അല്ല, ഈ പിതൃതുല്യരായിട്ട് മാറുന്ന ആളുകൾക്ക് മക്കളോട് പോലെയുള്ള ഒരു സ്നേഹമൊക്കെ ഉണ്ടാകട്ടെ. ഉമ്മൻചാണ്ടിക്ക് എന്താണ് ഇവർ 2 പേരും ഇഷ്ടപ്പെടാതായി പോയത്? ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടപ്പെടാതായത്, ഉമ്മൻചാണ്ടിക്ക് രമേശിനെ കൊണ്ടുവരാൻ വേക്കൻസി വേണമായിരുന്നു. അത് ഈ മണ്ടനെ ഉപയോഗിച്ചു. ആദ്യം വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണല്ലോ ഉമ്മൻചാണ്ടിയുടെ പ്രവൃത്തി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നെയും നകത്തി. ആരും ഇല്ലാതായ ഒരു ഘട്ടം വന്നപ്പം തകർത്തു. അതാണ് ഉമ്മൻചാണ്ടിയുടെ സ്ട്രാറ്റജി എപ്പോഴും. അതാ. എന്തുകൊണ്ടായിരിക്കും സരിത ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തിരിയുന്നത്? അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് UDF എനിക്കറിയാവുന്ന വെച്ച് ഞാൻ പറയാം. സരിതയ്ക്ക് ഇത് മൂടി വെക്കാനും പുറത്തു പറയാതിരിക്കാനും പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നു. പല വാഗ്ദാനങ്ങളിൽ 190ൻ്റെ കഥയൊന്നും എനിക്കറിഞ്ഞൂടാ. പല വാഗ്ദാനങ്ങൾ തന്നെ. മാത്രമല്ല, ഉമ്മൻചാണ്ടി നേരിട്ട് കൈക്കൂലി മേടിക്കില്ല, ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കത്തേ ഉള്ളൂ. അതാ ഉമ്മൻചാണ്ടിയുടെ ഒരു ബുദ്ധിയാണ്, കൗശലമാണ്. അത് ഉമ്മൻചാണ്ടി ഒരു കളക്ഷൻ്റെ ഒരു സമർത്ഥനം. അല്ല, അത് സ്വന്തമായിട്ട് പുള്ളി അത് മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കും. അതിൻ്റെ ഓഹരി ഉമ്മൻചാണ്ടി പറ്റാതെ ഉമ്മൻചാണ്ടി മറ്റുള്ളവർ പണം വാങ്ങിക്കുന്നതിന് കൂട്ടുനിൽക്കും, കൈക്കൂലി പഠിക്കുന്നതിന് കൂട്ടുനിൽക്കും.
ഉമ്മൻചാണ്ടി നേരിട്ട് കാശ് മേടിച്ചതിൻ്റെ ഒരു കാര്യം എനിക്കറിയാം. എന്നാൽ സരിതയുടെ- ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം വാങ്ങിക്കുന്നത്. അറിഞ്ഞു വാങ്ങിക്കാൻ അനുവദിക്കും. അതാണ് ഉമ്മൻചാണ്ടിയുടെ സ്ഥിതി. സരിതയുടെ കത്ത് താങ്കൾ കണ്ടുവെന്ന് താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് 2 തവണ വായിച്ചിട്ടുമുണ്ട് എന്ന് പറയുന്നു. ആരാണ് താങ്കൾക്ക് ഈ കത്തെത്തിച്ചു തന്നത്? എന്തിനാണ് താങ്കൾക്ക് ഈ കത്തെത്തിച്ചു തന്നത്? എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഞാനൊരു നേര് പറയുന്ന ആളും എൻ്റെ ഈ കിട്ടിയാൽ ഇത് പുറത്ത് പറയും. ഈ പുറത്ത് പറഞ്ഞാൽ ഒരാശ്വാസം എഴുതിയവർക്ക് കിട്ടുമെന്ന് ഒറ്റ കരുതി കാണും എഴുതിയവർ എത്രയും. അല്ല, പക്ഷേ അന്ന് സരിത ആഗ്രഹിച്ചിട്ടില്ല ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ. കാരണം ഒരുപാട് വാഗ്ദാനങ്ങൾ സരിതയുടെ അല്ല, സർക്കാരിന് അങ്ങനെ അല്ലല്ല, വാഗ്ദാനം ഉണ്ടാകുന്നതിന് മുമ്പായി കത്ത്. അവിടെയാണ് ആ ടൈമിങ് വളരെ പ്രധാനം. വാഗ്ദാനമൊക്കെ വരുന്നേ അതിനുശേഷമാണ്. ആരാ വാഗ്ദാനം കൊടുത്തതെന്നൊക്കെ എനിക്കറിയാം. സരിതയുടെ കേസെല്ലാം ശരിപ്പെടുത്തി കൊടുക്കാമെന്നും സരിതയുടെ കടമെല്ലാം തീർത്തു കൊടുക്കാമെന്നും എന്തിനും മല്ലേരി ശ്രീധരൻ നായരുടെ കടം വരെ തീർക്കാൻ തയ്യാറായിരുന്നു ചില നേതാക്കന്മാർ. പത്തനംതിട്ടയിലെ നേതാക്കന്മാർ എനിക്കറിയാവുന്ന ആൾ അവിടെ വെച്ചാൽ മല്ലേരി ശ്രീധരൻ നായരെ കാണുകയും ചെയ്യും. പക്ഷേ ശ്രീധരൻ നായർ പിടിച്ചു നിന്ന ഒരു പിടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബ്ലാക്ക് മണി വേണ്ട, ബ്ലാക്ക് മണി ഇല്ലാതെ കൊടുക്കാനില്ല. എനിക്ക് ബ്ലാക്ക് മണി വേണ്ട, എനിക്ക് ഞാൻ കൊടുത്തതുപോലെ ചെക്കായി പണം കിട്ടണം. ആ വാശിയല്ലേ ശ്രീധരൻ നായരുടെ 50 ലക്ഷം അന്നേ കൊടുത്തേ. അതാണ് സംഭവം. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കത്തിന് ശേഷമാണ് ഈ ഇടപാടുകളൊക്കെ നടക്കുന്നത്. കത്ത് വരെ ഒന്നും ഇല്ല. അപ്പോൾ കത്തുണ്ട് എന്ന് UDF നേതൃത്വത്തെ അറിയിക്കാൻ താങ്കളെ സരിത ഉപയോഗിച്ചു, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഉപയോഗിച്ചു എന്ന് പറയാൻ ഒക്കില്ല. എൻ്റെ കയ്യിൽ ഈ കത്ത് തന്നത് സരിത ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അറിയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഈ കിട്ടിയെന്ന് ഞാൻ വായിച്ചു എന്ന് ജോർജ് വായിച്ചു എന്ന് ജോർജ് പറയുന്നത്. സരിത താങ്കളിലേക്ക് ഈ കത്ത് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിലേക്ക് എത്തിക്കാൻ സരിത ഉദ്ദേശിച്ചായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ താങ്കളുടെ കയ്യിൽ ആ കത്ത് കിട്ടുന്നു, താങ്കൾ ആ കാര്യം മനസ്സിലാക്കുന്നു, താങ്കൾ മുഖ്യമന്ത്രിയോട് ആ കത്തിലെ ഉള്ളടക്കം വെർബാറ്റമായി പറഞ്ഞു കൊടുക്കുന്നു. മുഖ്യമന്ത്രിയോട് മാത്രമല്ല രമേശ് ചെന്നിത്തലയോടും. പിന്നീട് സരിത പത്തനംതിട്ട ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ താങ്കളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. എന്തിനാണ് സരിതയുടെ ഉത്തരവാദിത്വം, സുരക്ഷിതത്വത്തിൻ്റെ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കുന്നത്? ഞാൻ ഏറ്റെടുത്തില്ല. ഞാൻ സത്യസത്യമായി പറയാം. ഇവളവിടെ താമസിച്ചു എന്നുള്ള വിവരം ഞാൻ അറിയുന്നത് 3 മാസം മുമ്പ് മാത്രമാണ്. എന്നോട് വേറെ ചില ആളുകൾ, കമ്മീഷനിലൊക്കെ പെട്ട ആളുകൾ സരിത അവിടെ താമസിച്ചിരുന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ ചോദിക്കുക. അപ്പോൾ ഈ താമസിപ്പിച്ച ആളെ ഏറ്റു. അതെല്ലാം ഉമ്മൻചാണ്ടിയുടെ പ്രീതി പിടിച്ചു പറ്റാനും ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനും വേണ്ടി ചെയ്തു എന്നാണ് അന്നേരം എക്സ്പ്ലനേഷൻ വരുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം താങ്കളുടെ മകനായിട്ടുള്ള KB ഗണേഷ് കുമാറിനാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് സരിത സംരക്ഷിക്കപ്പെടുന്നത്. അവനും അറിയാമായിരുന്നെന്ന് എനിക്ക് സംശയമാണ്. എനിക്ക് സംശയമാണ്. ഈ KB വേറെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പാർട്ടിയിലെ ഒരാൾ ഇത് പുറത്തു വരാതിരിക്കാനും ഈ ഗവൺമെൻറ് തകരാതിരിക്കാനും UDFിന് ഛേദം വരാതിരിക്കാനും വേണ്ടി ചെയ്ത ബുദ്ധിശൂന്യമായ ചില പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ് ഈ താമസം. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു സ്ത്രീ താങ്കളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ സുരക്ഷിതയായിരിക്കുന്നു എന്ന കാര്യം താങ്കൾക്കോ താങ്കളുടെ മകനായ KB ഗണേഷ് കുമാറിനോ അറിയുന്നുണ്ടായിരുന്നില്ല. KB ഗണേഷ് കുമാറുമായിട്ട് എനിക്കൊന്നും വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല. എനിക്കതുകൊണ്ട് പറ്റി അറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. ഇതൊരു സ്വയം ചെയ്ത ഇറങ്ങി വന്നപ്പോൾ താമസിക്കാൻ ഇടമില്ല എന്ന് വക്കീൽ പറഞ്ഞതനുസരിച്ച് വലിയ ശല്യമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു കുറേ ദിവസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ KB ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള പ്രദീപ് തന്നെ കമ്മീഷന് മുമ്പാകെ പറഞ്ഞു, ഞാനാണ് സരിതയുടെ അമ്മയുമായി അന്ന് ജയിലിൽ പോയതും ഈ വാഗ്ദാനങ്ങൾ നൽകിയതും എന്നാണ്. വീണ്ടും നിങ്ങളുമായി ഈ കാര്യത്തിൽ സരിതയ്ക്ക് ഒരു ബന്ധം വരുന്നു. അതിന്റെ സർക്കാരിനും സരിതയ്ക്കും ഇടയിൽ ഇടനിലനിൽക്കുന്നത് ഗണേശന്റെ പ്രൈവറ്റ് സ്റ്റാഫ്. ഈ കത്ത് കിട്ടുന്നതിന് മുമ്പായത് ജയിലിൽ പോകാനുള്ള മുഴുവൻ അറേഞ്ച്മെൻറ്റും തള്ളയും ഇയാളും കൂടെ ജയിലിൽ പോകാനുള്ള മുഴുവൻ അറേഞ്ച്മെൻറ്റും ചെയ്തു കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അവിടുന്നാണ് ഈ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അല്ല, ശരിയാണ്. ഇപ്പോൾ താങ്കൾ തന്നെ ഈ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വേണമായിരുന്നുവെങ്കിൽ 2 വർഷം മുമ്പ്. അത് താങ്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2-2.5 വർഷം മുമ്പോ വേണമെങ്കിൽ ഈ സർക്കാരിനെ മറിച്ചിടാമായിരുന്നു. അതിന് സ്വാഭാവികമായും ആയുധമാക്കാൻ താങ്കൾ ഉപയോഗിക്കാനിരുന്നത് സരിതയെ തന്നെയാണെന്നുള്ളത് വ്യക്തമാണല്ലോ. ഇപ്പോൾ സരിതയല്ല, സരിതയുടെ കത്ത്. അങ്ങനെ സാങ്കേതികമായത് പറയാം. സരിതയുടെ കത്ത് ഞാനൊന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഗവൺമെൻറ് കാണുകയില്ലായിരുന്നു. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെയും അന്നത്തെ നേതൃത്വത്തിൻ്റെയും ആവശ്യമനുസരിച്ച് എൻ്റെ പാർട്ടിയുടെ ചുരുക്കം ചില ആളുകളും ഈ പ്രശ്നം പുറത്തു വരാതിരിക്കാനും രമ്യപ്പെടുത്താനും ഒക്കെ ഇടപെടും. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സരിതയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആരാണ്? സരിതയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് മുഖ്യമന്ത്രി അതിന്റെ പ്രഭവ കേന്ദ്രം ആർ ബാലകൃഷ്ണപിള്ളയാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. ആണെങ്കിൽ ഞാൻ പറയും. ആണെങ്കിൽ ഞാൻ എന്നേ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഞാനൊരു തറവാട്ടി ജനിച്ച ആളാണ്. ഈ മാതിരി ഒരു കാര്യം വെച്ചൊരു ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ നടക്കുന്നത്, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇറക്കാൻ നടക്കുന്നത് മാന്യതയാണെന്ന് കരുതാത്ത ഒരു മാന്യത എനിക്കുണ്ട്. അല്ല, 2 കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോഴേ, ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ പറയുന്നു 2-2.5 വർഷം മുമ്പ് വേണമെങ്കിൽ ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ സർക്കാരിനെ താഴെ ഇറക്കാമായിരുന്നു, ഞാനത് ചെയ്തില്ല എന്ന് പറയുന്നു. 2 ആഴ്ച മുമ്പ്
അതുവരെ പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും സരിത മാറുന്നു, അതിന് വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന അത് ഉണ്ടെന്ന് UDF കാശ് വിചാരിക്കുന്നു. അത് അതിന് ഒരു ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആർ ബാലകൃഷ്ണപിള്ള ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. സരിതയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ സഹായവും സരിത കൊടുത്തു എന്ന് പറയുന്ന പണവും തിരിച്ചു കിട്ടാൻ വേറെ മാർഗമില്ലെന്ന് അത് TV നമ്മൾ കാണുന്നില്ലേ? ബെന്നി ബെഹനാനോട് പറയുന്നതും തമാൻ രവിയോട് പറയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് കിട്ടുകയില്ലെന്ന് ബോധ്യമായപ്പോൾ പിന്നെ രണ്ടും വിട്ട ഒരു കളിയാണ്. അതിലൊന്നും ആർക്കും വേറെ കാര്യമൊന്നുമില്ല. സരിതയ്ക്ക് മാത്രമേ അതിനകത്ത് ഉത്തരവാദിത്വം. മാത്രമല്ല സരിത എങ്ങനെ ആർക്കെങ്കിലും നയിക്കാൻ കഴിയുന്ന ഒരു ക്യാരക്ടറാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇല്ല. അങ്ങനെ ഈ ഷിബു ബേബി ജോൺ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ വിവാദത്തിന് പിന്നിൽ സഭയിലുള്ള ആളുകളല്ല, സഭയ്ക്ക് പുറത്തുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് PC ജോർജ് സഭയിലുണ്ട്. ആരെയായിരിക്കും ഷിബു ബേബി ജോൺ അങ്ങനെയാണെങ്കിൽ ഈ വിവാദത്തിന് പിന്നിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? സഭയ്ക്ക് അകത്തുള്ള ആളല്ലെന്ന് ഷിബു പറഞ്ഞിട്ടില്ല. ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ട് സഭയ്ക്ക് അകത്തുള്ള ആളല്ല, വേണം അതെ. ഷിബുവിന്റെ പേര് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതാണത് പറഞ്ഞത്. ആദ്യം പറഞ്ഞപ്പോൾ പറയുന്ന ആളാരാന്ന് എനിക്കറിയാം. ഏതായാലും ഷിബു ബേബിയോന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. അയാളുടെ അപ്പൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഷിബു ബേബിയോന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈ ജീർണമായ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല. വല്ലവരുടെയും മുഖത്ത് പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്ന 14 വയസ്സ് മുതൽ മുഖത്ത് നോക്കി പറയുന്ന ആളാണ് ഞാൻ. എനിക്കതിന് പേടിയൊന്നുമില്ല, എനിക്ക് ആവശ്യമൊന്നുമില്ല. ഞാൻ അഴിമതിയൊന്നും എൻ്റെ പേരിൽ അഴിമതി കേസെടുത്ത് എന്നെ ശിക്ഷിച്ചപ്പോഴും ഞാൻ 10 പൈസ കൈക്കൂലി മേടിച്ചെന്നോ 10 പൈസ സമ്പാദിച്ചെന്നോ കേസില്ല, ഗൂഢാലോചനയേ ഉള്ളൂ. അത് മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് അത് ഷിബു ബേബി ഓൺ പറഞ്ഞത് അവൻ്റെ അപ്പനെ പറ്റി ഓർക്കാതെ പറഞ്ഞതാണ്. ഇപ്പം ഞാനാണെന്ന് പറഞ്ഞാൽ എന്താ സത്യവാദി അത് പറയുന്നത് എന്ത് അശ്ലീലമാണെങ്കിലും പറയുന്നതിന് തെറ്റൊന്നുമില്ല. ആണെങ്കിൽ ഞാൻ ഓൺ ചെയ്യുമല്ലോ. ഞാനിപ്പോൾ ഓൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ണിയുടെ അടുത്ത് ഓൺ ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇത് സരിത അളമുട്ടിയപ്പോൾ കാശെല്ലാം കയ്യിൽ നിന്ന് പോയി. ഈ കാശ് കിട്ടാനുള്ള മാർഗം അടഞ്ഞു എന്ന് ബോധ്യമായപ്പോഴാണല്ലോ ഞാൻ കോടതിയിൽ പോകുന്നു, സത്യം പറയാൻ പോകുന്നു എന്ന് പിന്നെ ബെന്നി ബെഹനാനോടും അതുപോലെ ഉമ്മൻചാണ്ടിയോടും പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം വെച്ചാൽ മറ്റൊരാളുടെയും ഒരു പ്രേരണയും ഇക്കാര്യത്തിലില്ല. വേണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പ്രേരണയൊന്നും ആവശ്യമുള്ള ആളല്ല. വളരെ സരിതയ്ക്ക് പ്രേരണയൊന്നും ആവശ്യമില്ല. സരിത വളരെ ബോൾഡായ ആളാണ്. എന്തും എപ്പോഴും വേണമെങ്കിലും വിളിച്ചു പറയാവുന്ന ആളാണ്. പക്ഷേ എപ്പോഴും പറയുന്ന ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഏത്? സരിതയുടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വിശ്വാസ്യത നമ്മുടെ പൊതുസമൂഹത്തിന് പോലും സംശയമുണ്ട്. ഓരോ ഘട്ടങ്ങളിലും മാറ്റി ഇപ്പം ഈ 100 കോടി അല്ല 10 കോടി വീടും എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു കഥയില്ല. കാരണം ഈ കത്തിൻ്റെ കാര്യം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ കത്ത് പരസ്യപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്യാമായിരുന്നുവെന്ന് നേരിട്ട് ബോധ്യമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 10 കോടി കൊടുക്കാമെന്ന് പറയേണ്ട കാര്യമില്ല. 10 കോടിയും 1 കോടിയും 1 പൈസയും കൊടുക്കാതെ ഈ കത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണമെങ്കിൽ ലഭിക്കുമായിരുന്നു. അതിന് ആളുകൾ വെളിയിലുണ്ടായിരുന്നു, ഞാനല്ല. ലഭിക്കുമായിരുന്നു. അതവർ വേണ്ട എന്ന് വെച്ചതാണ്. ഈ ഒരു കാര്യം പറഞ്ഞ് മുമ്പോട്ട് പോകണ്ട എന്ന് വെച്ചതാണെന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. അല്ല, ആ അർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ മാന്യതയാണ് CPM-ഉം ഇടതുപക്ഷ മുന്നണിയും കാണിച്ചത്. അവര് സരിതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കാരിനെ ടാർണിഷ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. അതെ, അഴിമതിയൊക്കെ പറയണം, അത് വേറെ കാര്യം. ഈ മാതിരി കാര്യങ്ങൾ പറഞ്ഞ് ടാർണിഷ് ചെയ്ത് പോകുന്നത് ശരിയല്ല. ശരിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അതാ ഞാൻ പറഞ്ഞ്, ഞാൻ ഈ 1 കോടിയുടെയും 1 കോടിയല്ല 10 കോടി 10 കോടിയുടെയും വീടിൻ്റെ ഒന്നും കഥ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്കറിയാം ഇതൊന്നുമില്ലാതെ സരിതയുടെ കത്തും തെളിവുകളും ഹാജരാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണമായിരുന്നെങ്കിൽ അന്ന് കഴിയുമായിരുന്നു. പിന്നെ എന്തിനാ EP ജയരാജന് ഇപ്പം പോന്നേ? 2.5 കൊല്ലം മുമ്പ് ആകാമായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ പോകുന്ന കാര്യമില്ലല്ലോ.